നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകളോട് സംവദിക്കുന്ന വ്യക്തികളാണ്. ജോലിക്ക് പോകുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിലൊക്കെ നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള പല പല ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട്. അവരോട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ പല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അവരുടെ റെസ്പോൺസും റിയാക്ഷൻസും ഒക്കെ സ്വീകരിക്കുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു ദൈനംദിന ലൈഫിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില വ്യക്തികൾ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നവരുണ്ട്, ചിലർ വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ചിരിക്കും. അപ്പൊ എന്താണ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പല രീതിയിലുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോ കുട്ടികളോടും മുതിർന്നവരോടും പ്രായമായവരോടും അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജോടും അല്ലെങ്കിൽ സമപ്രായക്കാരോടും ഒക്കെ നമ്മൾ സംവദിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആയിട്ട് മാറുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്തു എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടോ? തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എറിക് ബേൺ എന്ന സൈക്കോളജിസ്റ്റിന്റെ ട്രാൻസാക്ഷണൽ അനാലിസിസ് തിയറിയെ കുറിച്ചാണ്. അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ 3 ഈഗോ സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഈ 3 ഈഗോ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റീവ് പാരന്റ് എന്നുള്ള ഒരു ഈഗോ സ്റ്റേറ്റ് ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് റാഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ അഡൾട്ട് എന്നുള്ള ഈഗോ സ്റ്റേറ്റ് ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇമ്പൾസീവ് ചൈൽഡ് എന്നുള്ള ഈഗോ സ്റ്റേറ്റ് ആണ്. ഏത് ഏജ് കാറ്റഗറിയിലുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, ആ ഏത് ഏജ് കാറ്റഗറിയിലുള്ള വ്യക്തിയും ഈ 3 ഈഗോ സ്റ്റേറ്റിലൂടെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കടന്നു പോകുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ഡയറക്റ്റീവ് പാരന്റ് എന്ന് പറയുന്നത്? ഈ പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഡയറക്റ്റീവ് പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ വളർത്തുവാനും അവർക്ക് കൂടുതൽ അഡ്വൈസ് കൊടുക്കുവാനും അവരുടെ നല്ല നല്ല കാര്യങ്ങൾ കണ്ടെത്തി അതിനെ വളർത്താനും അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് എലമെന്റ്സിനെ തളർത്തിക്കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ അവരുടെ ഒരു ഗാർഡിയൻ എന്ന രീതിയിൽ ആക്ട് ചെയ്യാനുള്ള നമ്മുടെ ഈഗോ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് ഡയറക്റ്റീവ് പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ഈഗോ സ്റ്റേറ്റ് ആണ്. രണ്ടാമതായിട്ട് വരുന്ന ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റാഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ അഡൾട്ട് എന്നുള്ള ഈഗോ സ്റ്റേറ്റ് ആണ്. ഈ ഈഗോ സ്റ്റേറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിച്ച് റാഷണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റീവ് ചിന്താഗതി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഔട്ട്ലുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ രണ്ടാമത് പറയുന്ന റാഷണൽ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാഷണൽ അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പൾസീവ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. ഇൻ ദ ഇമ്പൾസീവ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുട്ടിയെ പോലെ നമ്മുടെ ഇമോഷൻസിനെ എല്ലാം ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള ആ ഒരു ഈഗോ സ്റ്റേറ്റ് ആണ്. ഇവിടെ നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും, നാച്ചുറൽ ആയിട്ട് റെസ്പോൺസ് ചെയ്യുന്ന ആളുകളായിരിക്കും, ചിന്തിക്കാതെ തന്നെ. അപ്പൊ ഈ 3 ഈഗോ സ്റ്റേറ്റ്, അതായത് ഫസ്റ്റ് വൺ ഡയറക്റ്റീവ് പാരന്റ്, സെക്കൻഡ് വൺ ഈസ് ലോജിക്കൽ ഓർ റാഷണൽ അഡൾട്ട്, തേർഡ് വൺ ഈസ് ദ ഇമ്പൾസീവ് ചൈൽഡ്. ഈ 3 ഈഗോ സ്റ്റേറ്റിലൂടെയും എല്ലാ വ്യക്തികളും, ഞാനും നിങ്ങളും എല്ലാവരും അടങ്ങുന്ന സമൂഹം കടന്നു പോകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഈ 3 ഈഗോ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നമ്മൾ കടന്നു പോകുന്ന ഈഗോ സ്റ്റേറ്റ് ഏതാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനൊരു സെൽഫ് അനാലിസിസ് നമുക്ക് എപ്പോഴും വേണം, ഒരു ഒബ്സർവിങ് നേച്ചർ നമുക്ക് വേണം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ. അത് നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാനിപ്പോ കടന്നു പോകുന്നത് ഒരു അഡൾട്ട് റാഷണൽ ഈഗോ സ്റ്റേറ്റിലൂടെയാണോ, അതോ ഞാൻ കടന്നു പോകുന്നത് ഒരു ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇമ്പൾസീവ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലൂടെയാണോ, അതോ ഞാൻ കടന്നു പോകുന്നത് ഒരു ഉപദേശങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു മറ്റു പലർക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു പാരന്റ് ഈഗോ സ്റ്റേറ്റിലൂടെയാണോ എന്ന് ആദ്യമേ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ നമ്മളെ കുറിച്ച് തന്നെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ പോക്ക് എങ്ങോട്ട് എന്താണെന്ന് നമുക്ക് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു സെക്കൻഡ് പേഴ്സണോട് ആയതുകൊണ്ട് തന്നെ ആ സെക്കൻഡ് പേഴ്സൺ കടന്നു പോകുന്ന ഈഗോ സ്റ്റേറ്റ് എന്താണെന്ന് കൂടെ കണ്ടുപിടിക്കണം. അതിനുള്ള ഒരു എംപതറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൂടി വളർത്തിയെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അദ്ദേഹം കടന്നു പോകുന്നത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇമ്പൾസീവ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആയിരിക്കാം, ഫ്രീ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്, അദ്ദേഹം റെബല്യസ് ആയിട്ട് തന്നെ കുറിച്ച് തന്നെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം കടന്നു പോകുന്നത് ഒരു റാഷണൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള ഒരാളെ പോലെ ആയിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം കടന്നു പോകുന്നത് ഒരു അഡ്വൈസ് ചെയ്യുന്ന ഒരു പാരന്റിനെ പോലെ ആയിരിക്കാം. അപ്പോ അദ്ദേഹത്തിന്റെ ഈഗോ സ്റ്റേറ്റ് ഏതാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സെയിം ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എറിക് ബോണിന്റെ തിയറി ഓഫ് ട്രാൻസാക്ഷൻ അനാലിസിസ് അനുസരിച്ച് നമ്മൾ മറ്റു വ്യക്തിയുടെ ആദ്യം നമ്മുടെ തന്നെ ഈഗോ സ്റ്റേറ്റ് ഏതാണെന്ന് കണ്ടെത്തുകയും രണ്ടാമത്തെ പ്രക്രിയയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ഈഗോ സ്റ്റേറ്റ് എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഇത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ മറ്റു വ്യക്തിയുടെ ഈഗോ സ്റ്റേറ്റ് അനുസരിച്ച് നമ്മുടെ ഈഗോ സ്റ്റേറ്റിനെ മോഡിഫൈ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അർത്ഥപൂർണമായ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധിക്കുകയും ആ കമ്മ്യൂണിക്കേഷൻ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുകയും ചെയ്യുന്നു. അതിനാൽ നമുക്ക് അടുത്ത സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈഗോ സ്റ്റേറ്റിനെ മറ്റു വ്യക്തിയുടെ ഈഗോ സ്റ്റേറ്റിനെ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു സെയിം ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തിയായിട്ട് മാറാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.